തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും ഒരു നല്ല സിനിമ അല്ല അത് 100% ഉറപ്പോട് നല്ല സിനിമയെ ആരെന്ത് പറഞ്ഞാലും ശരി തോൽപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അയ്യോ ലാലേട്ടനോ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവരതിന് പ്രോത്സാഹിപ്പിക്കില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു ലാലേട്ടൻ ലാലേട്ടൻ്റെ ഒരു പടത്തിന് എത്രയോ പേര് ഫോട്ടോ എടുത്തു, ഒന്നിച്ച് ഫോട്ടോ. അതിൻ്റെ അകത്ത് ലാലേട്ടൻ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മനസ്സിലായില്ലയോ? ഞാൻ എൻ്റെ ഫാൻസ് ഉദ്ഘാടനം ഒരു ഇനോഗ്രേഷൻ ചെയ്ത് മമ്മൂക്കാണ് വന്ന് മമ്മൂക്ക ലാലേട്ടൻ പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഉള്ളിൽ അത് തിരിച്ച് മമ്മൂക്കാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. മമ്മൂക്ക നമ്മടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ പടത്തിന് പോയിട്ട് കൂക്കി വിളിക്കാനും ഇതിനുമല്ല. 4 പേർക്ക് നല്ലവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുക, അത് ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് എൻ്റെ ആവശ്യമില്ല. നിൻ്റെ ഒന്നും ഇൻകുലാമും സിന്താമും എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പുള്ളി പറയണം. അവിടെ സത്യമായിട്ട് പറയണം. അവിടെ ഉള്ളിൽ ഒരു വികാരമുണ്ട്, ഒരു സിനിമയെക്കുറിച്ചൊരു വികാരമുണ്ട്. എനിക്ക് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന പടം ഷുവർ ഹിറ്റാണെന്ന് എനിക്കറിയാം. ഫഹദ്വാസിന്റെ ആവേശം എന്ന് പറഞ്ഞ പടം ഷുവർ ഹിറ്റാണ്. ഇതൊക്കെ പോയി കണ്ടായിരുന്നോ? ഏത്? കണ്ടു. അപ്പം നമ്മുടെ ആറാട്ടണ്ണൻ അടക്കം നമ്മൾ ചോദിച്ചപ്പോഴേ അത് അമേസിങ്, അത് വരട്ടെ. കാര്യം അവർക്കൊരു എന്താ പറയുക, വെല്ലുവിളി എക്സ്പെക്ടേഷൻ. ഞാൻ പല പേജസിലും പല ഇതിലും കാണാറുണ്ട്. അതായത് നിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതായത് കുറെ ഇപ്പൊ 2 വർഷത്തോളമായിട്ട് ആറാട്ടണ്ണൻ ഇങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു ആറാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ആറാടുകയാണ് അതിൽ വഴി. പക്ഷെ ഒരു എതിരാളി ഭയങ്കരമായിട്ട് ചിലപ്പോൾ അണ്ണൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഞാൻ എൻ്റെ ഒരു എമോഷണലാണ് എക്സ്പ്രസ് ചെയ്തത്. എനിക്ക് എൻ്റെ ഒരു ഫീലാണ് ഞാൻ വന്ന് പറഞ്ഞല്ല. എനിക്ക് ഒരിടത്തും വൈറലാവാനോ ഞാൻ അങ്ങനെ ഒരു ബോധ്യത്തിലോ അല്ല വന്ന് ചെയ്തത്. ഞാൻ എൻ്റെ അതാണ് പറഞ്ഞിട്ട്. പക്ഷെ അത് കണ്ടുനിന്ന പലരും ആറാട്ടണ്ണൻ അടക്കം പേടിച്ചിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞു പുള്ളിക്ക് നിങ്ങൾക്ക് ഒരു എതിരാളി, ഒരു ശക്തനായിട്ടൊരു എതിരാളി വരെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ അമേസിങ് അണ്ണൻ്റെ ഒരു അനക്കവും ഇല്ല. കാര്യം ഒരിടത്തും പിന്നെ കണ്ടുമില്ല. അപ്പം പലപ്പോഴും ഇടയ്ക്ക് പോലും വീഡിയോയിലൊക്കെ ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഒരു ഇതല്ല. പക്ഷേ എനിക്ക് എൻ്റെ ആടുജീവിതം പോയി കടം കാണും. ഞാൻ റിലീസിന് പോയില്ല. ഇങ്ങനെ വൈറലാവാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ മമ്മൂക്കയുടെ പടത്തിന് വൈറലായാലും കുഴപ്പമില്ല, എനിക്കത് വിഷമമില്ല. പക്ഷെ അല്ലാതെ അത് പക്ഷേ അത് ഈ ആടുജീവിതം കണ്ടതാണ്, ആവേശവും കണ്ടതാണ്. മനസ്സിലായില്ലേ? ആഗ്രഹിക്കുന്നുമില്ല. നമ്മളായിട്ട് തകർക്കുന്നില്ല ഒരു സിനിമയെ പോലും. ഒരിക്കലുമില്ല. സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനമാണ്. ആ അധ്വാനം എന്ന് പറയുന്നത് നമ്മൾ കാണും. ഞാൻ സിനിമയിൽ ഒരുപാട് പേര് നമുക്ക് പരിചയമുള്ളതാണ്. കാരണം അവർ അധ്വാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എത്രയോ പേര്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന അയാൾ ചുമ്മാ വെറുതെ കൊണ്ട് എൻ്റെ 5 കോടി കളയട്ടെ 10 കോടി കളയട്ടെന്ന് വരില്ല. അയാൾ ഒരു സ്ക്രിപ്റ്റ് നോക്കിയിട്ട്. പക്ഷേ ചില പാളിച്ചകൾ പറ്റിപ്പോവും. വന്ന് വരുന്ന സമയത്ത് പാളിച്ചകളായിപ്പോവും. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അല്ലാതെ ഉദ്ദേശത്തോട് വരുന്നുണ്ടാവാം, എനിക്കറിയില്ല. നമുക്കറിയാം. എനിക്ക് കാണാത്തൊരു കാര്യത്തിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആരും പരാജയപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല. പൈസ ഉണ്ടാക്കാനല്ലേ ഞാൻ കച്ചവടം ചെയ്യുന്നത്, ലാഭം ഉണ്ടാക്കാനാണ്. നഷ്ടം വരാം, മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഒരു എക്സിബിഷൻ ഫീൽഡിലാണ്. ഒരു എക്സിബിഷൻ്റെ അകത്ത് പോകുമ്പോൾ എനിക്ക് പൈസ കിട്ടും. ഒരു എക്സിബിഷൻ്റെ അകത്ത് പോകുമ്പോൾ പൈസ കിട്ടില്ല. പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ തള്ളി പറയാൻ പറ്റുമോ? അത് ആ എക്സിബിഷൻ ഉണ്ടാക്കുന്ന ആൾ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. അയാളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണ്ടേ? അപ്പം മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാനേ സമയം കിടത്തും, അടി ഉണ്ടാക്കാനേ സമയം കിടത്തും. അപ്പോൾ ഞാൻ സന്തോഷ് വർക്കിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പുള്ളിയുടെ പറഞ്ഞതിൽ വിഷമമില്ല. ബസ്സക്കാരുടെ അടുത്ത് ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ല. പിന്നെ ഒരൊറ്റ ഇതേ ഉള്ളൂ. നമുക്ക് ആരുടെ അടുത്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വഴക്കുണ്ടാകാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ചെറിയൊരു ഇതാണ് പറയുന്നത്. ഒരാളെടുത്ത് ഇപ്പോൾ വഴക്കുണ്ടാക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 2 മിനിറ്റ് നേരം കണ്ണടച്ചിങ്ങനെ ഇരിക്കണം. 2 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നിട്ട് തുറക്കുമ്പം നമ്മളുടെ ഉള്ളിലുള്ള വികാരം, നല്ലവനാണെങ്കിൽ, ഒരുപാട് മോശക്കാരനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ ചൂടാവുന്ന ഇത് തണുത്തു പോകും. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിർത്ത്. പരാതിപ്പെട്ടിരിക്കുകയാണ്, അത് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അശ്വന്ത് കോക്ക് ആ റിവ്യൂ പറഞ്ഞ വീഡിയോ റിമൂവ് ചെയ്തു. പക്ഷെ അവർ ഇപ്പോഴും വീഡിയോ റിമൂവ് ചെയ്തത് കൊണ്ടായില്ല. ഇനി പുള്ളിക്ക് എന്താ പറയുക, കേസായിട്ട് തന്നെ പുള്ളിയെ പിടിച്ച് ജയിലിൽ ഇടണം, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും മലയാള സിനിമയെ. ഇപ്പം പുള്ളിക്കാരൻ ബ്രഹ്മയുഗം അടക്കം പ്രേമലു അല്ലെങ്കിൽ ഇപ്പം കോടികൾ വരുന്ന എല്ലാ സിനിമയ്ക്കും റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മോശമായി പോകണമല്ലോ. ഇപ്പൊ സിനിമ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ആരെന്ത് പറഞ്ഞാലും ഒരു നല്ല സിനിമ അല്ല, അത് 100% ഉറപ്പോട് നല്ല സിനിമയെ ആരെന്ത് പറഞ്ഞാലും ശരി തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു മോശം സിനിമ ആണെങ്കിൽ പറയുമ്പോൾ അത് ആ നെഗറ്റീവ് വരുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് പ്രശ്നം. എൻ്റെ സ്വയം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരാളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാനുള്ള പറഞ്ഞത്. പക്ഷേ എത്ര നെഗറ്റീവ് പറഞ്ഞാലും ശരി നല്ല സിനിമയെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല.